ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. നൈമിഷാരണ്യത്തിൽ സൂതൻ മഹാഭാരത കഥകൾ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. കശ്യപ മഹർഷിയുടെ പത്നിമാരാണ് വിനതയും കദ്രുവും. വിനതയ്ക്ക് തൻ്റെ പുത്രനായ അരുണനിൽ നിന്ന് ശാപമേറ്റിട്ടുണ്ട്. ആ കഥയെല്ലാം കേൾക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കേൾക്കണം കേട്ടോ. ഒരു ദിവസം പാലാഴിമദനത്തിൽ ഉയർന്നു വന്ന ഉച്ചൈശ്രവസ് എന്ന ദിവ്യ കുതിരയെ ചൊല്ലി കശ്യപ പത്നിമാർ തമ്മിൽ തർക്കമുണ്ടായി. ഉച്ചൈശ്രവസിന്റെ നിറമെന്താണെന്ന് കദ്രു വിനതയോട് ചോദിച്ചു. പാലാഴിത്തിര പോലെ വെളുത്താണിരിക്കുന്നതെന്ന് വിനത മറുപടി പറഞ്ഞു. കദ്രു ഇടഞ്ഞുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ വാലിന്മേൽ കറുപ്പ് നിറമുണ്ട്. ഇല്ലെന്ന് വിനത ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ പന്തയം വെക്കാമെന്നായി അവർ. ജയിക്കുന്നതാരോ ആ ആൾക്ക് തോൽക്കുന്നയാൾ ദാസിയായി കൊള്ളണം എന്നായിരുന്നു പന്തയം. പിറ്റേന്നാൾ കുതിരയെ കാണുവാൻ പോകാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. അന്നു രാത്രി കദ്രു തൻ്റെ മക്കളായ നാഗങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ഒരു കള്ളം പറയണം. നിങ്ങളിൽ ചിലർ കറുത്ത രോമങ്ങളുടെ ആകൃതി പൂണ്ട് കുതിരയുടെ വാലിലെ രോമങ്ങൾക്കിടയിൽ പോയി കിടക്കുവിൻ, അല്ലെങ്കിൽ ഞാൻ വിനതയ്ക്ക് ദാസ്യം ചെയ്യേണ്ടി വരും. കള്ളം ചെയ്യുവാൻ നാഗങ്ങൾ മടിച്ചു. കുപിതയായ അദ്രി അവരെ ശപിച്ചു. അനുസരണയില്ലാത്തവരെ, നിങ്ങൾ തീയിൽ വീണു ചാകട്ടെ. അമ്മയുടെ ശാപം കേട്ട് പേടിച്ച ചിലർ ദേവാശ്വത്തിന്റെ അരികിലേക്ക് പാഞ്ഞുപോയി. പുത്രന്മാർക്ക് ശാപമേറ്റെന്നറിഞ്ഞ കാശ്യപ മഹർഷി വലിയ ദുഃഖത്തിലായി. ബ്രഹ്മാവ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഈ ശാപത്തിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇവർ ഉഗ്രവിഷമുള്ളവരാണ്. ഇവരുടെ കുലക്ഷയം ഞാൻ നേരത്തെ കണ്ടിരിക്കുന്നു. ബ്രഹ്മാവ് വീണ്ടും പറഞ്ഞു, നിനക്ക് ഞാനിതാ വിഷസംഹാര മന്ത്രം ഉപദേശിച്ചു തരുന്നു. അദ്ദേഹം മഹർഷിക്ക് ആ ദിവ്യമന്ത്രം പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് പുലർന്നപ്പോൾ തന്നെ കദ്രുവും വിനതയും വാശിയോടെ ആ ദിവ്യ കുതിരയെ കാണുവാൻ പുറപ്പെട്ടു. അവർ പാലാഴിയുടെ തീരത്തെത്തി. അനന്തമായ ആ മഹാസാഗരം കണ്ട് അവർ അമ്പരന്നു നിന്നു. അതിൻ്റെ കരയിൽ മതിച്ചു നിൽക്കുന്ന ഉച്ചൈശ്രവസ് എന്ന ആ ദിവ്യാശ്വത്തെ അവർ കണ്ടു. ചന്ദ്രനെ പോലെ വെളുപ്പ് നിറമായിരുന്നു ആ കുതിരയ്ക്ക്. പക്ഷേ ആ കുതിരയുടെ വെളുവെളുത്ത രോമങ്ങൾ തിങ്ങിയ വാലിലതാ കുറെ കറുത്ത നിറത്തിലുള്ള രോമങ്ങൾ. വിനതയുടെ മുഖം വിളറിപ്പോയി. കദ്രുവാകട്ടെ പുഞ്ചിരിയോടെ പറഞ്ഞു, നീ ഇന്നു മുതൽ എൻ്റെ ദാസിയാണ്, ഓർമ്മിച്ചു കൊള്ളുക. മകനായ അരുണന്റെ ശാപം അങ്ങനെ ഫലിച്ചിരിക്കുന്നു. വിനത കദ്രുവിൻ്റെ ചതിയിൽപ്പെട്ട് ദാസിയായി തീർന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിനതയുടെ പുത്രനായ ഗരുഡൻ ഉഗ്ര തേജസ്സോടെ ആകാശത്തിൽ പ്രത്യക്ഷമായി. ആ മഹാപ്രകാശം കണ്ട ദേവന്മാർ ഭയന്നുപോയി. അവർ അഗ്നിദേവനെ തൊഴുതു പറഞ്ഞു, അവിടുന്ന് ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നില്ല. ആ തേജസ് ഒട്ടൊന്ന് അടക്കണമേ. താനല്ല പ്രകാശിക്കുന്നതെന്നും കശ്യപപുത്രനായ ഗരുഡനാണ് അതെന്നും അഗ്നിദേവൻ പറഞ്ഞു. അതറിഞ്ഞ ദേവകൾ ഗരുഡനെ ചെന്ന് വണങ്ങി സ്തുതിച്ച് തേജസ് കുറച്ച് നടക്കുവാൻ അപേക്ഷിച്ചു. ഗരുഡൻ അതനുസരിച്ച് തൻ്റെ തേജസ് അടക്കിക്കൊണ്ട് ജ്യേഷ്ഠനായ അരുണനുമൊത്ത് അമ്മയെ കണ്ടു തൊഴുവാൻ യാത്രയായി. സൂര്യന്റെ സാരഥിയാണല്ലോ അരുണൻ. അരുണൻ അവിടെ നിന്ന് പോയപ്പോൾ സൂര്യദേവൻ വല്ലാതെ കുപിതനായി. സൂര്യന്റെ കോപത്തിനുള്ള കാരണം ഇതായിരുന്നു. രാഹു എന്നു പേരുള്ള അസുരൻ തന്നെയും ചന്ദ്രനെയും ഇടയ്ക്കിടെ വിഴുങ്ങുന്നുണ്ട്. ദേവന്മാരാകട്ടെ അതെല്ലാം കണ്ടു നിൽക്കുന്നു. ദേവന്മാർക്ക് വേണ്ടിയാണല്ലോ അമൃതപാന സമയത്ത് രാഹുവിനെ കാണിച്ചു കൊടുത്തത്. ആ തെറ്റിന് തങ്ങൾ ഇപ്പോഴും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യന്റെ കോപാഗ്നിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ബ്രഹ്മാവ് ഒരു വഴി കണ്ടുപിടിച്ചു. അങ്ങനെയാണ് അരുണനെ സൂര്യന്റെ സാരഥിയായി മുന്നിലിരുത്തിയത്. സൂര്യക്രോധം അങ്ങനെ തടഞ്ഞു നിൽക്കുന്നത് മഹാബലവാനായ അരുണനാണത്രേ. ദുഃഖിതയായ വിനതയുടെ മുന്നിൽ ചെന്ന് ഗരുഡൻ തൊഴുതു നിന്നു. അപ്പോൾ കദ്രു പറഞ്ഞു,
കടലിൽ രാമണീയകമെന്ന നാഗപുരമുണ്ട്. എനിക്കും പുത്രന്മാർക്കും അത് കാണുവാൻ ആഗ്രഹമുണ്ട്. ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവുക. വിനത കദ്രുവിനെ എടുത്തു. വിനതയുടെ ആജ്ഞയനുസരിച്ച് ഗരുഡൻ സർപ്പങ്ങളെയും ചുമന്നുകൊണ്ട് ആകാശത്തേക്കുയർന്നു. സൂര്യന്റെ ചൂടേറ്റപ്പോൾ പാമ്പുകളെല്ലാം തളർന്നു തുടങ്ങി. കദ്രു ദേവേന്ദ്രനെ സ്തുതിച്ച് തന്റെ മക്കളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അതനുസരിച്ച് ദേവേന്ദ്രൻ കൊടും മഴ പെയ്യിപ്പിച്ച് ചൂടടക്കി. നാഗങ്ങൾ സന്തുഷ്ടരായി. അവർ രാമണീയകമെന്ന ആ പ്രദേശത്തെത്തി. താമര പൊയ്കകളും പുഷ്പഫലസമൃദ്ധമായ കാനനങ്ങളും തേനീച്ചയും വണ്ടും മുരണ്ടും പലവിധത്തിലുള്ള പക്ഷികൾ തിങ്ങി നിറഞ്ഞതുമായ ആ ദ്വീപിൽ അവർ കളിച്ചു നടന്നു. കുറെ നേരം കളിച്ചു നടന്നിട്ട് നാഗങ്ങൾ ഗരുഡനോട് പറഞ്ഞു, ഇനി ഞങ്ങളെ മറ്റു ദ്വീപുകൾ കൊണ്ടു കാണിക്കുക. ഈ ആജ്ഞ കേട്ട് ഗരുഡൻ അമ്മയോട് ചോദിച്ചു, എന്താണമ്മ ഇതിനർത്ഥം? ഈ സർപ്പങ്ങളുടെ ശാസന കേട്ട് നടക്കുവാൻ അവർ നമുക്ക് ആരാണ്? വിനത ദുഃഖത്തോടെ പറഞ്ഞു, കദ്രുവിന്റെ ചതിപ്പണി നിമിത്തം ഞാൻ അവൾക്ക് ദാസിയായി. അവർ നമ്മുടെ യജമാനന്മാരാണ്. ഈ ദാസ്യം ഒഴിയണമെങ്കിൽ തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗരുഡൻ സർപ്പങ്ങളോട് ചോദിച്ചു. അമൃത് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നിങ്ങളെ ദാസ്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണെന്ന് അവർ പറഞ്ഞു. ഗരുഡൻ അമ്മയുടെ അടുത്തെത്തി അറിയിച്ചു, താൻ അമൃത് കൊണ്ടുവരുവാൻ ദേവേന്ദ്രപുരത്തിലേക്ക് പോവുകയാണ്. ദേവലോകത്തിൽ നിന്ന് അമൃത് കൊണ്ടുവരുന്ന കഥ നമുക്ക് മറ്റൊരവസരത്തിൽ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.